എവിടെ കാണുന്ന ഒരു പ്ലാനിങ് ഇല്ല. പക്ഷെ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഇവിടെ അടുത്ത് ഞാനവിടെ കണ്ടില്ല. അതൊക്കെ വാങ്ങിയത് ഓൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും. എവിടെ കാണുന്ന ഒരു പ്ലാനിങ് ഇല്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകണമെങ്കിലും ചുരം കയറണം. ഈ ഒരു ഭാഗത്തേക്ക് പോയതുകൊണ്ട്. അല്ലാണ്ട് ഇവിടെ വേറെ എങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഏട്ട് പോവാ മലപ്പുറത്തെത്താം. പിന്നെ എന്തായാലും ഇപ്പം നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. ചുരം കയറിയിട്ട് വേണം ബാക്കി ആലോചിക്കാൻ. അവിടെ കുറേ കുടുംബക്കാരെ വീടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ്. പെരുമ്പള്ളി എത്താനായില്ലേ. അങ്ങനെ നമ്മൾ ചുരം കയറൽ തുടങ്ങി. 1-ാം വളം എത്തി. അങ്ങനെ ഏകദേശം ഞങ്ങൾ ചുരം കയറി 2-ാം വളം എത്താനായി. 4-ാം വളം എത്തിയപ്പോഴേക്കും നല്ല കട്ട ബ്ലോക്കാണ്. 4-ാം വളവില് 4-ാം വളവോ 6-ാം വളവോ 5-ാം വളവിൽ നല്ല കട്ട ബ്ലോക്കാണ്. രാവിലെ ഏകദേശം 9:30 മണിയായപ്പോൾ. അല്ല ബാപ്പ എന്തായാലും യൂക്കാലി മരത്തിന്റെ ചോട്ട് പോയിട്ട് എന്റെ മൂക്കൊക്കെ ആയിട്ട് തുറന്നു പോയി. ഉപ്പ എടുക്കരുത് ഊട്ടിയിലേക്ക് ടൂർ പോകും. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതാണ്. അറിയും യൂക്കാലി മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയാല് മൂക്കൊക്കെ അങ്ങനെ തുറക്കുന്നു അറിയാം. ഇൻസ്റ്റയില് വീഡിയോ ഇടും. നിങ്ങൾ ബൈക്കുമേൽ എവിടെയൊക്കെ പോയിട്ട് അങ്ങനെയാണെങ്കിൽ അട്ടപ്പാടി വരെ പോയി. നമ്മളെ കർണാടകന്റെ KSRTC ബസ് വരുന്നുണ്ടോ സെറ്റായിട്ട്. ഫോണായാലും ക്യാമറ ആയാലും എല്ലാം ഒരു ഈറ്റാവലും ഫാനും കൊണ്ട് നടക്കലും. ഏകദേശം 9-ാം വളവിലെത്തി ഓടി. ഇവിടെ കേറിയപ്പോ തന്നെ എന്താ അറിയില്ല. KSRTC കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ചുരം ഇടിഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരമായി പോകുന്നത്. പക്ഷെ എവിടെയും ചുരം ഇടിഞ്ഞതായിട്ട് കാണുന്നില്ല. നമ്മളെ എത്തിയില്ല. അപ്പോൾ ഇവിടെയും ചുരം ഇടിഞ്ഞതായിട്ട് എവിടെയും കാണുന്നില്ല. ഇവിടെ തന്നെ കണ്ട് സൈഡ് വണ്ടി അയാളാണ് ഇട്ടിട്ട് ഓടിക്കാതെ. ഇതാണ് കറക്റ്റ് ചുരം ഇടിഞ്ഞ സ്ഥലം. ആ മൊത്തം കൂടെ പോന്നാലമ്മ വെള്ളക്കെട്ടുണ്ട് കാക്കാടാ. ഇവിടെ അതിന് എപ്പോഴും ഉറവുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ഒരു സിപ്പ് ലൈൻ അങ്ങോട്ട് ഇട്ടാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ. അതാലേ ഒരു പള്ളിയും ചുറ്റും ബിൽഡിങ്ങും. അങ്ങനെ കൽപ്പറ്റ ടൗണിലെത്തി. ടൗൺ നല്ല വൃത്തിയുണ്ട് സത്യം പറയാലോ. താമരശ്ശേരി ടൗണൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ടൗണാണ് കൽപ്പറ്റ. അങ്ങനെ ചെരിച്ചാലല്ലേ വേണം. അതിന് ചെരിഞ്ഞാലല്ലപ്പാ കാണും. ഏത് ക്യാമറ ഗൾഫ് പോലെ എനിക്ക് തോന്നുന്നില്ല എത്ര വൃത്തി ഉണ്ടാവുന്നത്. ഇവിടുത്തെ ജനങ്ങളെ ഒരു ഇതോടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ 10:30 മണിയായിട്ട് പോലും ഒരു കടലാസ് പോലും കൽപ്പറ്റ ടൗണിൽ കാണാനില്ല. അങ്ങനെ പോയി ഞങ്ങൾ ഏകദേശം ആനക്കാട്ടിലെത്തി. ഇവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നുമില്ല. കണ്ടില്ലേ. എനിക്ക് തോന്നുന്ന ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാം കാട്ടിൻ്റെ ഉള്ളിലായി. എല്ലാം ബിസിയിലായി. ഒന്നിനെ പോലും കാണാനില്ല. കാട്ടില് മൊത്തത്തിൽ ഇങ്ങനെ അമ്പിട്ടച്ച് അതിനോട് നമ്മൾ വലിയ സ്പീഡിലൊന്നും പോകാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണിത്. പിന്നെ നീലപ്പൊന്മാൻ ഉണ്ട് തോന്നില്ലേ. ലൈവ് ഇടുന്നതാണ് പക്ഷെ എന്താ നെറ്റ്വർക്ക് കട്ടായി പോണത് കൊണ്ടാണ്. വയർലെസ് ഉണ്ടാകുന്ന അനിയനായ സിനോട്ട. ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തി പൂന്തോട്ടൊക്കെ ഉണ്ടല്ലോ. പൂവൊക്കെ പറിച്ച് പൂന്തോട്ടം കാണാൻ ആരും വരണ്ട കേട്ടോ. ഇനി 4 കിലോമീറ്റർ ഓടിയുള്ളൂ.
ഗുണ്ടൽപേട്ട ടൗണാണ് നമ്മൾ കാണുന്നത്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാലേക്ക് കേരളത്തെ പോലെയല്ല ഇത്ര തിരക്ക് അല്ലേ? നമ്മളെ താമരശ്ശേരി അങ്ങാടി പോലെയല്ല ഇത്ര തിരക്കും ആൾക്കാരും. കോഴിക്കോട് ഉണ്ട്, പക്ഷെ താമരശ്ശേരി ഒന്നും ഇത്ര ആൾക്കാരൊന്നുമില്ല. ഇവിടെ എല്ലാവരും യാത്ര ചെയ്യുന്ന ബൈക്കിലാണ് ഫാമിലീസ് ഒക്കെ യാത്ര ചെയ്യുന്ന കാണുന്നത്. ഇനി നെഞ്ചങ്കോടാണ് അടുത്തെത്താൻ പോണേ. നെഞ്ചങ്കോട് എത്താൻ ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സിനു പറയും? ഒന്നും അറിയില്ല. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. രക്ഷയില്ല. ഇവിടെ പച്ചക്കറിയൊക്കെ വെക്കുന്ന കുറെ കടകളുണ്ട്. ബാഗിലാക്കി കൊണ്ടുപോകാണ് ഇത് കറി. ഇവിടെ ഒരുപാട് ആൾക്കാർ തിന്ന് വേസ്റ്റ് ഒക്കെ ഇട്ട് പോയി. നമ്മളങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൺഫ്ലവറിൻ്റെ ഒക്കെ തോട്ടങ്ങളാണ്. നിങ്ങളൊരു അഭിപ്രായം? ആൾക്കാരെ സമ്മതിക്കാനല്ല, ഇപ്പോൾ ഒരു വെയിലത്ത് കൃഷികൾ ചെയ്ത് ജീവിക്കാനാണ്. നല്ല നാടൻ നല്ല ചോറാണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതിൽ നല്ല പണി. ചോറ്, പരിപ്പ്, ചമ്മന്തി. അപ്പോൾ പൈസ കൊടുക്കാണ്ട് പൂന്തോട്ടം കാണാമെന്ന് വിചാരിച്ചു ആരും ഇങ്ങോട്ട് വരാൻ. ഫ്രണ്ട് കാരണം ഫാമിലി ഉണ്ട്, പൈസ എടുത്ത് കയറേണ്ട അവസ്ഥയാണ് വന്നത്. ഇവിടെ എല്ലായിടത്തും ആളുണ്ടാവും. ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടോ അടക്ക ആളുണ്ടാവും. അപ്പോൾ അവർക്ക് പൈസ എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അതിനകത്തൊന്നുമില്ല, ഒരു 20 റുപ്യൻ്റെ കേസ് കെട്ടാൽ ആ ഉപ്പൻ്റെ ചിക്കൻ അവിടെ വീണല്ലോ, അതാ പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം പിന്നെ യാത്ര തുടങ്ങി. ഇനി നമ്മൾ യാത്ര പറഞ്ഞാൽ മൈസൂരിലേക്കാണ്. എങ്ങോട്ടാണ് യാത്ര സിനു? മൈസൂർ എന്ത് കാണാൻ പോകുന്നു? പാലസ്. മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കുടുംബസമേതം പോണത്. ആ പറഞ്ഞ സാധനം കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഏകദേശം ഇവിടുന്ന് മൈസൂരിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 75 കിലോമീറ്ററാണ് ആടുന്ന് കാണിച്ചത്. ഒരു 60 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. ഒരു 10 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടമാനം ലോറികളുണ്ട്. നമ്മൾ മൈസൂർ എത്താൻ നേരത്തെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ട് 8ന്റെ പണി കിട്ടി. ഏതോ ഒരു ചെറിയ കുടിസായിട്ടുള്ള റോഡിൽ ഒരു കാറിന് പോകാൻ പറ്റൂല. ചെറിയ റോഡിനാണ് ഇപ്പം പോണത്. അപ്പൊ ഞങ്ങൾ ഏകദേശം മൈസൂർ എത്താനായി. ഏകദേശം 17 കിലോമീറ്റർ 30 മിനിറ്റ് ആണുള്ളത്. ഇപ്പൊ നമ്മൾ മൈസൂരിലുള്ള ഒരു ബൈപ്പാസിലാണെന്ന് പറയല്ലേ. ഒരു ബൈപ്പാസ് കൂടാണ് പോണത്. മൈസൂർ ഏകദേശം എത്തി. മൈസൂർ ടൗണിൽപ്പെട്ടത് കുറെ പേര് വണ്ടി ഓടിച്ചത് കൊണ്ട് വലിയ ക്ഷീണമൊന്നും ഇല്ലാണ്ട് നമ്മൾ മൈസൂർ എത്തി ഏകദേശം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ 2 ഡ്രൈവർ ഉള്ളതാണ് ഏറ്റവും നല്ല സുഖമായിട്ട് നമുക്ക് പോകാം. വൈകുന്നേരം 3 മണിയൊക്കെ ആവുന്ന സമയത്താണ് മൈസൂർ എത്തിയത്. അവിടെ ഒരു യന്ത്രൂനാലിൻ്റെ ഇതുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ലൈറ്റുകളുണ്ട്. അതെന്തിനാണ്? എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. എല്ലായിടത്തും ലൈറ്റുകൾ. യന്ത്രൂനാല ഇതാണ് മൈസൂർ ടൗൺ എന്ന് പറയുന്നത്. ടൗണിലാണെങ്കിൽ ലൈറ്റിംഗ് വേറെ ലെവലാണ് ഗൈസ്. രാത്രിയായാലേ മനസ്സിലാവും ഇവിടുത്തെ ഒരു കുതിരവണ്ടിയുടെ കുതിരവണ്ടി. കുതിരവണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി. ഇതൊന്ന് കുറച്ചേരം ഒഴിവാക്കി. എനിക്ക് ഇത് ഇവിടുന്ന് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കണം. ഒന്ന് വൃത്തിക്ക് എനിക്കും വേണം വീഡിയോ അതിൻ്റെയൊക്കെ ഒന്ന്. ഇനി ഇതൊന്ന് ഒഴിവാക്കി. ആ ചെക്കാൻ പുറത്തേക്ക് അല്ലല്ല പാലസ് ഇങ്ങോട്ടാ. പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് വൺ വേ നല്ല കാക്കാം. ആ പിന്നെ എന്താ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നത്. താജ്മഹൽ കാണിങ്ങി. സിറ്റി ബസ് സ്റ്റാൻഡൊക്കെ പോയി. മോനെ രാത്രി നമ്മൾ തകർക്കട്ടോ ഇവിടെ.
നൈറ്റ് ലൈഫ് ഇവിടെ റൂം എടുക്കണം നമുക്ക്. ഇതിന്റെ മെയിൻ സ്ഥലം. യാത്രകൾക്ക് ശേഷം നമ്മൾ മൈസൂർ പാലസിലെത്തി. പാലസിൻ്റെ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി. കുറേ സമയം എടുത്ത് തപ്പി കണ്ടുപിടിച്ചാണ്. ഇവിടെ നമ്മൾ കറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല കറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടവിടെ ആയിട്ട് തന്നെ ഒരു ജെൻസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്. 50 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ്. നമ്മളെ കേരളത്തിൻ്റെ ബസ് മൊത്തം വെള്ള പെയിൻ്റ് അടിച്ചുകൊണ്ട് ഉള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്പർ നോക്കാണ്ട് തന്നെ നമ്മളെ കേരളത്തിൻ്റെ ബസ്സിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. വൈറ്റും ബ്ലൂ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അല്ലേ സിനു? ഉത്തരപുരയിൽ ഭയങ്കര സ്കാമാണ് നടക്കുന്നത്. ആണുങ്ങൾക്ക് എത്ര? 5? ആണുങ്ങൾക്ക് 5, പെണ്ണുങ്ങൾക്ക് 10. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നമ്മളെ ഒരുപാട് വലിയ ഇടങ്ങാറാക്കിയാവും പറഞ്ഞു. ഒരുപാട് ബസ്സുണ്ട് ഇവിടെ, കണ്ടോ? ഫുള്ള് കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് തന്നെ ഫുള്ളല്ലേ സ്കൂൾ കുട്ടികളാണ് അവിടെ തോന്നുന്നത്. ഉള്ളിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തിരക്കാലോ. പാലസിൻ്റെ ഉള്ളിൽ കയറി തന്നെ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. ഇത് വാങ്ങിക്കാം. ഇതാണ് പാലസിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ. അതാണ് ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഇതേപോലത്തെ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ട് അത് കണ്ടാൽ മക്കൾ കരുതും. ഇതാ മൈസൂരിൻ്റെ ഇത് സുഗനീർ വാങ്ങണല്ലേ? ആണ് പിന്നെ തിരിച്ചെന്നെ വാങ്ങുന്നത്. ഇതല്ലേ ഗിറ്റാറല്ലേ? വേറെന്താ ಇಲ್ಲಿ ರೂಮ್ ಎಷ್ಟು? 5 person. എത്ര പറഞ്ഞു? 30 രൂപ. ചെറിയ ഗ്ലാസ്സാ. പാനിപ്പൂരി ടേസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അത്യാവശ്യം അടിപൊളി ലൈറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും കഴിക്കരുതെന്നാണ് പറയുന്നത്. നല്ല പൈസ കൂടുതലാണ് എല്ലാ സാധനത്തിനും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ വിലക്ക് ഇത് തുടങ്ങുന്നത് തന്നെ പൈസ കൂടുതലായി. ഇതൊക്കെയുള്ള നാണയങ്ങളുടെ ഇടം ഓട്ടക്കാരാണ്. അത് 1945 ഇതൊക്കെ എത്രയല്ലേ? 200. ആടെ വെച്ചാൽ 1900 അതിന് ഭയങ്കര വില പറയും. അത് കഴിഞ്ഞാൽ പിന്നെ വില കുറച്ച് വരികയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആദ്യം നല്ല വില കൂട്ടി പറയും, പിന്നെ നമുക്ക് ഒരു 100-200 കുറച്ചും തരും. ചെണ്ടക്ക് 400-300 ഉള്ളൂ. പശുവിൻ്റെ സ്കിന്ന് ഇതെസ്റ്റ് എത്ര പൊടി സാധനം. അവിടെ നമ്മളെ കുതിര ഉണ്ട്. ഇതാണ് മൈസൂർ നേരെ എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കയറിയില്ല, കുറേ നടക്കാനുണ്ടല്ലേ. നമ്മൾ എന്നിട്ട് സൂവിൽ പോകാനുള്ള പരിപാടിയാണ്. സൂല് തന്നെ പോയിട്ട് കാര്യമല്ല, ഇന്ന് എൻട്രൻസ് കഴിഞ്ഞില്ല. വിഡ്രോ ചെയ്യാം. അത്ര ഒന്നും വേണ്ട, 500 ഇട്ടാൽ അടിക്കട്ടെ. സ്കാൻ ചെയ്യും. എടാ അതിൻ്റെ ചാവിയായിരുന്നു കിട്ടിയാന്. ATM താക്കോൽ. കണ്ടിന്യൂ അടി. കിട്ടി. അതിൻ്റെ ഉള്ളിൽ കയറിയല്ല രസം. ബോട്ടി ബസാർ. ആ ഒരു ബസാറാണിത്. സാധനങ്ങൾ കിട്ടും, പക്ഷെ വണ്ടി നിർത്തിയിട്ട് വരണം. വണ്ടി നിർത്താണ്ട് വന്നാൽ ഒരു പാർക്ക്. ബോട്ടി ബസാറിലാണ് ഇപ്പം നമ്മളിൽ. ഇവിടെ നല്ല സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടായി മൈസൂരിന് ഇവിടെ വന്നാൽ മതിയിലാണ്. ഒരുപാട് പച്ചക്കറികൾ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഇവിടെ വില കുറവുണ്ടോയെന്നുള്ളത് ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞുതരാം.
അവിടെ പാലസിന് മുന്നിൽ നല്ല വില കൂടും. പച്ചക്കറിൻ്റെ വില ഒന്ന് ഏകദേശം ചോദിച്ചത് 8 രൂപ 10 രൂപ 10 രൂപ. ആ 10 രൂപ ഒക്കെ ഉള്ളു വില ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ. അത് ലാഭമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതാണ് മൈസൂരിലത്തെ പച്ചക്കറി മാർക്കറ്റ്. ഒരുപാട് സാധനമുണ്ട്. 60 റുപ്യ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ജീപേ ഉണ്ട് ഇവിടെ. സിനു പച്ചക്കറി കുറച്ചുകൂടി മുന്നേ പോയാൽ ഇവിടെ ഫ്ലവറിൻ്റെ കുറേ ഷോപ്പുകളുണ്ട് അല്ലേ മീ? പിന്നെ അങ്ങോട്ട് പാത്രങ്ങൾ, പിന്നെ ഫ്ലവർ, കുറച്ച് മുല്ലപ്പൂ വെച്ചേക്ക്. നീ വെക്കെങ്കിൽ വാങ്ങാം. രസാണ്. നിങ്ങളെക്കോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മുടികളുണ്ട് ഇവിടെ കല്യാണത്തിനൊക്കെ. മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. വലിയ മാർക്കറ്റ്. വലിയ മാർക്കറ്റല്ല ഇവിടെ. ഡ്രസ്സിൻ്റെ ആ ഏരിയ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഡ്രസ് പർച്ചേസ് ചെയ്യും. ഇതാണ് സൈഡിൽ ഇതാ ഡ്രസ്സിൻ്റെ ആങ്കറിൻ്റെ വില വെച്ചേക്ക്. ಎಷ್ಟು ಇದು ಪ್ಯಾಂಟ್ ಇದೆ ಶೆಡಿ ಹಿಡಿದು ಎಷ್ಟು ಇದು? ಇದು 200 ರೂಪಾಯಿ, ಇದು 250. ಇದು ಪ್ಯಾಂಟ್ ಇದೆ ಶೆಡಿ ದಪ್ಪದು ಇದೆ. ಎಷ್ಟು ಕೊಡ್ತೀರಾ? 180ಗೆ ಕೊಡ್ತೀನಿ. 200 വേണ്ട വേണ്ട എന്നാ ഇങ്ങനെ എടുത്തോ. നമുക്ക് പിന്നെ ഇപ്പം വേണ്ട, അവിടെ വെക്ക്. തിരിച്ചു തരുമ്പോൾ തരാം. ഈ സോന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് മൈസൂരുള്ള മാർക്കറ്റ്. അടിപൊളി മാർക്കറ്റ് പറഞ്ഞാൽ ഡു നോട്ട് മിക്സ് ദിസ് മാർക്കറ്റ്. എത്ര പറയാൻ പറ്റും? വേറെ ലെവല് മാർക്കറ്റിലെ മുട്ടായിത്തരവ് ഒന്നല്ല ഇതിൻ്റെ അടുത്ത്. അല്ലേ അമീറ? വിലക്കുറവല്ല, ഒരു ആംബിയൻസ്. മുട്ടായിത്തരവിൽ ഇപ്പോൾ ഈ ഒരു ആംബിയൻസ് ഉണ്ട്. ഇത്ര അല്ലല്ലോ എന്തായാലും. എന്നാവാ ബെസ്റ്റ്. ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഇവിടെ അടുത്ത് ഞാനവിടെ കണ്ടില്ല. എന്തോ രണ്ടില്ല അമ്മി. കോഴിക്കോട് മാർക്കറ്റിൽ പോലും ഇല്ല എത്ര. ഇതാണ് ഫേമസ് മൈസൂർ ഉപ്പാക്കെ കിട്ടുന്നത്. ഉപ്പാ ഇങ്ങോട്ട് വരും. ഇതാണ് ഫേമസ് ആയിട്ടുള്ള മൈസൂർ പാക്ക്. ഞാൻ നോക്കട്ടെ യൂട്യൂബിൽ. ഇതാണ് ഒറിജിനൽ കോട്ടി ബസാർ അല്ലേ? പക്ഷെ ഉള്ളിലൊക്കെ അടിപൊളിയല്ലേ മാർക്കറ്റ്. ദേവരാജ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതല്ല മൈസൂർ പാക്ക്. ഇത് ಎಷ್ಟು? 200 ആ ഓക്കെ. എവിടുന്നോ വാങ്ങിയിട്ട് കാര്യമില്ല, അതിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടേ കാര്യമില്ല. അതിൻ്റെ ഷോപ്പ് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അത് നമ്മൾ പാടുന്നല്ലേ വരുന്നത്. ആ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് പാടുന്നില്ല. അതുപോലെ അല്ല പെട്ടാ. ആ ഇതാണ് ഗൈസ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. വേറെയാണ്. അടുത്ത വേറെയാണ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇത് ചൂട് സാധനമാണ് അതിന്. ഇതാണ് ഒറിജിനൽ മൈസൂർ പാക്ക് അല്ലേ? ഇവിടെ നിന്ന് വാങ്ങിയാലോ നല്ല സാധനം കിട്ടുന്നതാണ് പറയുന്നത്. ഇനി സ്കൂളിൽ നിന്ന് പോലും മൈസൂരിലേക്ക് വന്നില്ല. ഇതാണ് ഒറിജിനൽ മൈസൂർ പാക്ക്. ഇതാ ഒറിജിനൽ. ഇവിടെ 600 രൂപയാണ് മൈസൂർ പാക്കിന് കിലോന്. ഭയങ്കര പൈസ. കോഴിക്കോട് ഇതിലേക്കും കുറവല്ലേ നിങ്ങൾ പറഞ്ഞു? 250 ഉറുപ്പ്യാണ്. ആ 250 കോഴിക്കോട് ഈ സാധനത്തിന് 150 ഉറുപ്പ്യാണ്. കോഴിക്കോട് മൈസൂർ പാക്ക് 150 അല്ല, ഇവിടെ 600 റുപ്യ ഉള്ളത്. ഒരു സൈഡ് പച്ചക്കറി മാർക്കറ്റും ഒരു സൈഡ് ഡ്രസ്സ്, ഇലക്ട്രോണിക്, അതിൻ്റെയൊക്കെ മാർക്കറ്റാണ്. പക്ഷെ നല്ല ബാർഗിൻ ചെയ്യുന്നവർക്ക് കുറവായിരിക്കും. എന്താ വാങ്ങണോ? ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെയൊക്കെ മാർക്കറ്റ് പഠിക്കാൻ. വില വെച്ചോക്കി ഇപ്പോൾ എത്ര വന്നു? ಎಷ್ಟು ರೂಪಾಯಿ? 100. 100 റുപ്യുള്ള ചെരുപ്പിന് ഒന്നും പറ്റൂല മോളെ. ಕ್ಯಾಶ್ ಇಲ್ಲ. ഫാഷനുള്ള സാധനം വേണം.
പൊന്തി എന്നാണ്ടില്ലേ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ ലെതറാ അത് തന്നെ. മൈസൂർ പാക്ക് വാങ്ങിയത് ഓന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടൂലെന്ന്. അങ്ങോട്ട് കൊണ്ടാടാ. എനിക്ക് ചെറിയ ടൈപ്പ് ചെരുപ്പുണ്ട് നോക്ക്. ഷൂ എത്ര? ഷൂവിന് 300 റുപ്യ. എല്ലാം 100 അല്ലടാ, അത് മാത്രമേ